എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diapers. ശോഭിക വെഡിങ്സ് കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. നിലമ്പൂർ KNC റോഡ് കുട്ടികൾ മുറിച്ചു കടക്കുന്നത് അതിസാഹസികമായി. പോലീസ് സുരക്ഷ ഒരുക്കാത്തതിൽ പ്രതിഷേധവുമായി രക്ഷിതാക്കൾ രംഗത്ത്. പോലീസിന്റെയോ ഹോംഗാർഡിന്റെയോ സേവനം സ്കൂൾ വിടുന്ന സമയത്തും സ്കൂൾ ആരംഭിക്കുന്ന സമയത്തും വേണമെന്നാണ് രക്ഷിതാക്കളുടെ ആവശ്യം. നിലമ്പൂർ മോഡൽ UP സ്കൂളിലെ കുട്ടികളാണ് അതിസാഹസികമായി റോഡ് മുറിച്ചു കടക്കുന്നത്. ഈ ഭാഗത്ത് സീബ്ര ലൈൻ അടിയന്തരമായി വരയ്ക്കണം. ഇല്ലാത്തപക്ഷം കുട്ടികൾ റോഡ് മുറിച്ചു കടക്കുമ്പോൾ അപകട സാധ്യത കൂടുതലാണ്. നിലമ്പൂർ നഗരവികസനത്തിന്റെ ഭാഗമായി ഇവിടെ റോഡിന് വീതി കൂട്ടിയ സാഹചര്യത്തിൽ വാഹനങ്ങൾക്ക് വേഗത കൂടിയിട്ടുമുണ്ട്. ഇപ്പോൾ സ്കൂളിൽ കുട്ടികളെ കൊണ്ടുവിടുന്നതിനും തിരിച്ചു കൊണ്ടുപോകുന്നതിനും രക്ഷിതാക്കൾ എത്തേണ്ട അവസ്ഥയാണുള്ളത്. അന്തർ സംസ്ഥാന പാത കൂടിയായതിനാൽ നൂറുകണക്കിന് വാഹനങ്ങൾ ഇടതടവില്ലാതെ കടന്നു പോകുന്ന ഭാഗം കൂടിയാണ് ഇവിടം. പോലീസും നഗരസഭയും മുൻകൈയെടുത്ത് കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടു. ഇവിടെ 2 ഹോം ഗാർഡിനെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് നിർത്തി തരാൻ. പക്ഷെ അവര് ഇതുവരെ പറഞ്ഞതെന്ന് വെച്ചാൽ പോലീസ് സ്റ്റേഷനായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാല് അവർക്ക് സ്ട്രെങ്ത് ഇല്ലാന്നാ പറയുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന സ്കൂളിലൊക്കെ എല്ലായിടത്തും നല്ല രീതിയിലുള്ള സംരക്ഷണം അവർ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് റോഡ് വീതി കൂട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിള്ളേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാൻ. അതങ്ങനെ നിലനിൽക്കുക തന്നെ. പിന്നെ അത് സീബ്ര ലൈനിന്റെ ഒരു പ്രശ്നവും വരുന്നുണ്ട്, അതും വരച്ചിട്ടില്ല. ഹോം ഗാർഡിനെ ഇവിടെ നിന്ന് സെറ്റാക്കി കിട്ടി കഴിഞ്ഞാൽ നല്ലതായിരുന്നു എന്നാണ് ഇവിടെ നാട്ടുകാരുടെയും രക്ഷിതാക്കളുടെ അഭിപ്രായം. സാധാരണ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഒരു രീതി അങ്ങനെ എന്താ വെച്ച് കഴിഞ്ഞാല് എന്തെങ്കിലും അപകടം ഉണ്ടായതിനു ശേഷം ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാം ഉണ്ടാവും. ഞാൻ തുറന്നു പറയുക, ഇപ്പൊ നിലവിൽ എന്താ വെച്ച് കഴിഞ്ഞാല് എന്തെങ്കിലും ആപത്ത് കാണാൻ വേണ്ടി നിൽക്കുക. പക്ഷെ അതിന് മുന്നേ ഒരു നടപടി വേണമെന്നാണ് എന്റെ ആവശ്യം, എന്റെ ഈ രക്ഷിതാക്കളുടെ ഇവിടെ കൂടിയ നാട്ടുകാരുടെ ആവശ്യം. സ്റ്റേഷനിൽ പരാതി അറിയിച്ചപ്പോൾ സ്റ്റേഷൻ ഡ്യൂട്ടിക്ക് പോലും പോലീസുകാർ ആവശ്യത്തിന് ഇല്ലാത്ത അവസ്ഥയാണുള്ളതെന്ന് പോലീസ് പറയുന്നു. ഈ സാഹചര്യത്തിൽ കൂടുതൽ ഹോം ഗാർഡുകളുടെ സേവനം ഉറപ്പുവരുത്തി കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കി രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും ആശങ്ക അകറ്റാൻ അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് രക്ഷിതാക്കളുടെ ആവശ്യം. എ+ വിഷൻ, നിലമ്പൂർ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ 10ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു. എടക്കരയിൽ ആദ്യമായി ലേബർ സ്യൂട്ടോട് കൂടിയ ഡെലിവറി കോംപ്ലക്സ്, അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ 3 NICU, അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക്, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ്, സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ, കീ ഹോൾ സർജറി യൂണിറ്റ്, മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ്, എക്സ്റേ, ലാബ്, ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര.